ഹലോ, ഒരു ഡൗട്ടേ. സ്പോക്കൺ മലയാളം കോഴ്സ് ഉണ്ടോ? ക്രാഷ് കോഴ്സ് ആയാലും മതി. ഒരു 2 മാസത്തെ സ്പോക്കൺ മലയാളം കോഴ്സ്. നല്ലോണം മലയാളം സംസാരിക്കാൻ. ഇല്ലേ? ഉണ്ടാവുമായിരിക്കും അല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് എന്താണെന്നോ, അങ്ങനത്തെ ഒരു കോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളികൾ, നേപ്പാളികൾ, അങ്ങനെ സകലരും ഇവിടെ ജോലിക്ക് വരുന്ന ഈ അന്യദേശ തൊഴിലാളികൾ അവരിത്ര നല്ലോണം മലയാളം പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് എന്തെങ്കിലും സിലബസ് ഉണ്ടോ? അവരേതെങ്കിലും ക്രാഷ് കോഴ്സ് ചെയ്തോ? ഏതെങ്കിലും ഓൺലൈൻ കോഴ്സ് ചെയ്തോ? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിവിടെ വന്ന് സെറ്റിൽ ചെയ്ത് ഇവിടെ ജോലിക്ക് നിൽക്കുന്നവരല്ലേ. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് അറിയണ്ടേ എന്നോർത്ത് അത് അവരുടെ ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അവരത് പഠിച്ചു, അത്രേ ഉള്ളൂ. പരീക്ഷയൊന്നുമില്ല, പക്ഷെ അവർ നല്ലോണം പഠിച്ചു. ഞാൻ ഈ പറയുന്നത് എന്താണെന്നോ, ഞങ്ങളുടെ ക്ലാസ്സിലെ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ നരയൻ സർ ഇസ് എ നോർത്ത് ഇന്ത്യൻ, ബട്ട് ഹി സ്പീക്സ് ബ്യൂട്ടിഫുൾ മലയാളം. പിന്നെ ഈ അടുത്തൊരു പഞ്ചാബിക്കാരനെ കണ്ടു. അയാളുടെ ഫ്രണ്ട്സുമായിട്ട് മലയാളത്തിൽ സംസാരിക്കുമായിരുന്നു, മലയാളി ഫ്രണ്ട്സുമായിട്ട്. പണി പാളി കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആ ആക്സെൻറ്റ് കറക്റ്റാണ്. അവർക്ക് ഒരുപാട് നാളായിട്ട് ഇവിടെ ഉണ്ട് ആ പഞ്ചാബി ഫാമിലി, അതെനിക്കറിയാം. പിന്നെ ഇത് ഈ അടുത്ത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു നേപ്പാളിയാണ്. അയാൾ അടുത്തിരിക്കുന്ന സഹപ്രവർത്തകനോട് പറയുന്നത് കേട്ടു, അരുണേ പണി പാളുവേ, നീ മാനേജറോട് ചോദിച്ചിട്ട് പോയാൽ മതി. ഇതാ ഇതുപോലത്തെ ഈണത്തിലാണ് അയാൾ സംസാരിച്ചത്. അവർ ഇത്രയും നല്ലോണം മലയാളം സംസാരിക്കുമ്പോൾ ഐ എം കമ്മിങ് ടു ദ പോയിന്റ്, നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട്? ഞാൻ ഹിന്ദിയിൽ നിന്ന് അടുത്തൊന്നും പറയണില്ല. ഹിന്ദി ഹമാരി രാഷ്ട്രഭാഷ ഹേ, തൊടാ തൊടാ മാലൂം ഹേ, അത് മതി മതി. ഇംഗ്ലീഷ് എന്താ സംസാരിക്കാത്തത്? ഇംഗ്ലീഷ് രാഷ്ട്രഭാഷയൊന്നുമല്ല, പക്ഷേ ഒരു പ്ലേ സ്കൂൾ, ഒരു LKG തൊട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതല്ലേ. 12th സ്റ്റാൻഡേർഡ്, ഡിഗ്രി, PG, ഇതൊക്കെ ഇംഗ്ലീഷ് അല്ലേ. പിന്നെ എന്താ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ട്? ആസ് എ ടീച്ചർ ഞാൻ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഫാക്ടർ, കുട്ടികളൊക്കെ ഭയങ്കര ബ്രില്യൻറ്റാണ്, പക്ഷേ ഇൻ്റർവ്യൂ സമയത്ത് അവർക്ക് പാളിപ്പോകുന്നു. ദാറ്റ് ഇസ് ബിക്കോസ് ദേ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല, ഇംഗ്ലീഷ് നല്ലോണം പച്ചവെള്ളം പോലെ സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. വൈ? ഇത്രയും വർഷം പഠിച്ചിട്ട് എന്താ ഇംഗ്ലീഷ് ഇത്ര ബുദ്ധിമുട്ട്? എന്നാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാത്ത ഒരു കാര്യമില്ല. ലോകത്ത് എന്ത് നടന്നാലും, ബീറ്റ് AI, ബീറ്റ് സൈബർ, എനിത്തിങ്, ദേ നോ എവറിത്തിങ്. പുതിയ ഫാഷൻ, പുതിയ ട്രെൻഡ്സ്, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ദെൻ വൈ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല? ആ കോൺഫിഡൻസ് എന്താ ഇല്ലാത്തത്? MDMA, ഡ്രഗ്സ്, ബിയർ, ഇതൊക്കെ അടിച്ച് 3-4 മണിക്കൊക്കെ പോലീസിനെ വരെ വെല്ലുവിളിക്കുന്ന ഒരു തലമുറയുണ്ട്. ബട്ട് ഇംഗ്ലീഷിൻ്റെ കാര്യം വരുമ്പോൾ നോട്ട് എവ്രി വൺ ഇസ് ദിസ് കോൺഫിഡൻറ്റ്. അതെന്താ? പിന്നെ ഒരുപാട് കാശ് ചിലവാക്കി ഒരു ക്രാഷ് കോഴ്സ്, അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് സ്കിൽ കോഴ്സ്, ഇതെല്ലാം പഠിക്കാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അതെന്താ അങ്ങനെ? സോ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. വേറൊന്നുമല്ല, പ്രാക്ടീസ് ചെയ്യണം. വെറുതെ കുറേ നോട്ട്സ് എഴുതി തിയറി എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ സംസാരിക്കണം, സംസാരിക്കാതെ പറ്റില്ല. ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെ ആഷ് പുഷ് സ്കൂളിലൊന്നും അല്ല പഠിച്ചത്. പക്ഷേ ഞങ്ങളുടെ സമയത്ത് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കുറേ ബുക്സ് വായിക്കണമായിരുന്നു, പുതിയ വൊക്കാബുലറി പഠിക്കണമായിരുന്നു, അത് യൂസ് ചെയ്യണമായിരുന്നു. പിന്നെ ഒരു മംഗ്ലീഷ് അതുണ്ടായിരുന്നു. പിന്നെ പുറത്ത് കേരളത്തിന് പുറത്തൊക്കെ പോയപ്പോൾ ഇംഗ്ലീഷും ഒരു അനിവാര്യമായിട്ട് തോന്നി. സോ ദാറ്റ് ഇസ് ഹൗ വി ഓൾ ലേൺഡ്. പക്ഷേ പ്രാക്ടീസ് എന്നൊരു സംഭവം ഇല്ലാതെ ഒന്നും നടക്കില്ല. സോ ബിഫോർ യു പേ എക്സോർബിറ്റൻറ്റ് അമൗണ്ട്സ് ഓഫ് മണി, ഒരു ക്രാഷ് കോഴ്സ് എടുത്ത് ഇംഗ്ലീഷ് പഠിക്കാനും അതിനും ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് ഹോൾട്ട് ചെയ്യുക, ഒന്ന് ചിന്തിക്കുക. എന്താ ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സ്പോക്കൺ മലയാളം വിട്ടേക്ക്. ബൈ.